ഓം ശാന്തി 18-2-2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 31-12-1998. മുരളിയുടെ ടൈറ്റിലാണ് ധൈര്യത്തിന്റെ ആധാരത്തിൽ സ്വയത്തെ പരിശ്രമമുക്തമായ സദാ വിജയിയായി അനുഭവം ചെയ്യൂ. ഇന്ന് നവയുഗ രചയിതാവായ ബാബ്ദാദ തന്റെ അതിസ്നേഹി സദാ സഹയോഗിയും അതിസമീപവുമായ കുട്ടികൾക്ക് നവയുഗം, നവജീവിതം, നവവർഷത്തിന്റെ ആശംസയേകാൻ വന്നിരിക്കുകയാണ്. നാനാഭാഗത്തെയും കുട്ടികൾ അതിസ്നേഹത്തോടെ ബാബ്ദാദയെ ഹൃദയത്തിൽ സന്മുഖത്ത് വെച്ച് ആശംസകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ കുട്ടികളുടെ നവവർഷത്തിന്റെ ഉണർവുത്സാഹത്തെ കണ്ട് ഹർഷിതമാവുകയാണ്. ഭൂരിഭാഗം കുട്ടികളും ദൂരെ ഇരിക്കുകയാണെങ്കിലും സമീപത്തിരിക്കുകയാണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഇതേ ഉണർവുത്സാഹമാണ്. ഈ വർഷത്തിൽ നവീനത ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും. സ്വന്തം പരിവർത്തനത്തിലാണെങ്കിലും സേവനത്തിന്റെ സഫലതയിലാണെങ്കിലും ഓരോ ആത്മാവിന് ശുഭഭാവന, ശുഭകാമനയിലൂടെ പരിവർത്തനപ്പെടുത്തുന്നതിൽ ഉണർവും നല്ലതാണ്, ഉത്സാഹവും വളരെ നല്ലതാണ്. ഒപ്പമൊപ്പം ധൈര്യവും യഥാശക്തിയുണ്ട്. ബാബ്ദാദ ഇങ്ങനെ ധൈര്യവാന്മാരായ കുട്ടികൾക്ക് ഒരു സങ്കല്പത്തിനു പിറകെ കോടി മടങ്ങ് സഹായം തീർച്ചയായും നൽകുന്നു. അതിനാൽ ധൈര്യത്തോടെ സദാ മുന്നേറൂ. ഒരിക്കലും സ്വയത്തെ പ്രതിയോ അന്യാത്മാക്കളെ പ്രതിയോ ധൈര്യം കുറയ്ക്കാൻ പാടില്ല. എന്തെന്നാൽ ഈ നവയുഗം തന്നെയാണ് ധൈര്യം വെക്കുന്നതിനുള്ള, പറക്കുന്നതിനുള്ള യുഗം. വരദാനി യുഗം, പുരുഷോത്തമ യുഗം. നേരിട്ട് വിധാതാവിൽ നിന്ന് സമ്പത്ത് സഹജമായി പ്രാപ്തമാക്കാനുള്ള യുഗമാണ്. അതിനാൽ ഈ യുഗത്തിന്റെ മഹത്വത്തെ സദാ സ്മൃതിയിൽ വയ്ക്കൂ. ഏത് കാര്യം ആരംഭിക്കുമ്പോഴും സ്വപുരുഷാർത്ഥമാകട്ടെ, വിശ്വസേവനമാകട്ടെ, സദാ ധൈര്യത്തിലൂടെയും ബാബ്ദാദയുടെ സഹായത്തിലൂടെയും നിശ്ചയം തന്നെയാണ് സ്വപുരുഷാർത്ഥത്തിൽ അല്ലെങ്കിൽ സേവനത്തിൽ സഫലത ഉണ്ടായത് തന്നെയാണ്. സംഭവിക്കുക തന്നെ വേണം. അസംഭവ്യം സംഭവ്യമാവുക തന്നെ വേണം. എന്തെന്നാൽ ഈ യുഗം സഫലതയുടെ യുഗമാണ്. അസംഭവ്യം സംഭവ്യമാകാനുള്ള യുഗമാണ്. അതിനാൽ സംഭവിക്കുമോ സംഭവിക്കില്ലയോ, എങ്ങനെ നടക്കും എന്ന ചോദ്യം ഈ യുഗത്തിൽ താങ്കൾ ബ്രാഹ്മണാത്മാക്കൾക്ക് ഇല്ലേ ഇല്ല. ബ്രാഹ്മണരുടെ ജാതകത്തിൽ ഉണ്ട് സഫലത ജന്മസിദ്ധ അധികാരമാണ് എന്ന്. അധികാരി ആത്മാക്കൾക്ക് ഇത് ചിന്തിക്കേണ്ടതിന്റെ ആവശ്യമേ ഇല്ല. സമ്പത്ത് ലഭിക്കുക തന്നെയാണ്. അപ്പോൾ പുതുവർഷത്തിൽ ഈ വിശേഷ സ്മൃതി എമർജ് ചെയ്യൂ. എല്ലാ വശത്തു നിന്നും സഫലത ശ്രേഷ്ഠ ബ്രാഹ്മണാത്മാവായ എനിക്ക് അധികാരം തന്നെയാണ്. ഈ നിശ്ചയത്തോടെ ആത്മീയ ലഹരിയോടെ പറന്നുകൊണ്ടിരിക്കൂ. ബ്രാക്കറ്റിൽ അഭിമാന ലഹരിയല്ല, ആത്മീയ ലഹരി. നിശ്ചയബുദ്ധി സദാ ഓരോ കാര്യത്തിലും വിജയി തന്നെയാണ്. ഇങ്ങനെ നിശ്ചയബുദ്ധി ബ്രാഹ്മണാത്മാവിന്റെ മസ്തകത്തിൽ വിജയത്തിന്റെ ഭാഗ്യരേഖ ഉള്ളത് തന്നെയാണ്. വിജയത്തിന്റെ തിലകം സദാ മസ്തകത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ വർഷത്തെ സദാ വിജയി വർഷമായി അനുഭവം ചെയ്തുകൊണ്ടു പോകൂ. ഇങ്ങനെ നിശ്ചയവും ലഹരിയും ഉണ്ടോ? ഡബിൾ വിദേശികൾക്ക് ഉണ്ടോ? ഡബിൾ വിദേശികൾ സമർത്ഥരാണ്. ബ്രാക്കറ്റിൽ എല്ലാവരും കൈവീശി. വളരെ നല്ലത്. ദൃഷ്ടിയിൽ വരുന്നു. ഭാരതവാസികൾ ഭാഗ്യശാലി തന്നെയാണ്. എന്തുകൊണ്ട്? ഭാരതത്തിന്റെ ഭൂമി തന്നെ ഭാഗ്യശാലിയാണ്. അതിനാൽ വിദേശിയാകട്ടെ
ഭാരതവാസിയാകട്ടെ രണ്ടുപേരും ഭാഗ്യവിധാതാവിന്റെ മക്കളാണ്. അതിനാൽ ഓരോ ബ്രാഹ്മണ കുട്ടിയും വിജയിയാണ്. കേവലം ധൈര്യത്തെ എമർജ് ചെയ്യൂ. ധൈര്യം അടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ മാസ്റ്റർ സർവശക്തിവാനാണ്. ഇങ്ങനെയല്ലേ? ബ്രാക്കറ്റിൽ എല്ലാവരും കൈ വീശിക്കൊണ്ടിരിക്കുന്നു. കൈ വളരെ നന്നായി വീശുന്നുണ്ട്. ഇപ്പോൾ മനസ്സുകൊണ്ടും സദാ ധൈര്യത്തിന്റെ കൈ വീശിക്കൊണ്ടിരിക്കുക. ബാബ് ദാദയ്ക്ക് സന്തോഷമാണ്, അന്തസ്സാണ്. എന്റെ ഓരോ കുട്ടിയും അനേക തവണത്തെ വിജയിയാണ്. ഒരു തവണയല്ല, അനേക തവണത്തെ വിജയി ആത്മാക്കളാണ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, അറിയില്ല എന്താകും, സംഭവിക്കുമോ എന്ന വാക്ക് തന്നെ കൊണ്ടുവരാൻ പാടില്ല. വിജയമുണ്ട്, സദാ ഉണ്ടായിരിക്കും. എല്ലാവരും പക്കായല്ലേ? വളരെ നല്ലത്. ഇനി പിന്നെ അവിടെ പോയി ഇങ്ങനെ ദുർബല വാർത്ത എഴുതരുത്. ദാദിമാരെ, ബാബ മായ വന്നു, ഇങ്ങനെ എഴുതാൻ പാടില്ല. മായ ജീത്താണ്. ഞാനായില്ലെങ്കിൽ മറ്റാര് ആകും? ഈ ആത്മീയ ലഹരി എമർജ് ചെയ്യൂ. മറ്റ് പല കാര്യങ്ങളിൽ മനസ്സും ബുദ്ധിയും ബിസിയാകുമ്പോൾ ലഹരി അപ്രത്യക്ഷമാകുന്നു. എന്നാൽ ഇടയ്ക്കിടെ പരിശോധിക്കുക. കർമ്മം ചെയ്തുകൊണ്ടും ഈ വിജയത്തിന്റെ ലഹരി, ആത്മീയ ലഹരി ഉണ്ടോ? നിശ്ചയമുണ്ടെങ്കിൽ ലഹരി തീർച്ചയായും ഉണ്ടാകും. ലഹരിയുണ്ടെങ്കിൽ തീർച്ചയായും നിശ്ചയമുണ്ട്. രണ്ടിനും ബന്ധമുണ്ട്. അതിനാൽ ഇപ്പോൾ 99 തന്റെ ലഹരി സദാ എമർജാക്കി വെക്കുക. അപ്പോൾ മറവി ഇല്ലാത്തവരായി മാറും. തെറ്റും ഉണ്ടാവുകയില്ല, പരിശ്രമവും ഉണ്ടാവുകയില്ല. ബാബ്ദാദ മുൻപേ പറഞ്ഞതാണ്. ബാബ്ദാദ കുട്ടികൾ പരിശ്രമം ചെയ്യുന്നതായി കാണുന്നു, യുദ്ധം ചെയ്യുന്നതായി കാണുന്നു. അപ്പോൾ കുട്ടികളുടെ പരിശ്രമം ബാബയ്ക്ക് നന്നായി തോന്നുന്നില്ല. അതിനാൽ ഈ നവവർഷത്തെ എങ്ങനെ ആഘോഷിക്കും? മുക്തി വർഷമായി ആഘോഷിക്കും. നെഗറ്റീവിനെയും വേസ്റ്റിനെയും സമാപ്തമാക്കി എങ്കിൽ ഈ വർഷം തന്നെ പരിശ്രമമുക്ത വർഷമായി മാറും. എല്ലാവരും ആനന്ദത്തിൽ കഴിയുന്നവരായി. പരിശ്രമം ചെയ്യുന്നവർക്കെല്ലാം ആനന്ദം നന്നായി തോന്നുന്നുണ്ടോ? അതോ പരിശ്രമമാണോ നല്ലതായി തോന്നുന്നത്? ആനന്ദമല്ലേ നല്ലത്? അപ്പോൾ ഈ വർഷം മനസ്സിൽ സങ്കല്പത്തിലും പരിശ്രമ മുക്തമാകണം. ബാബ്ദാദയുടെ അടുക്കൽ കുട്ടികളുടെ കത്തുകൾ അല്ലെങ്കിൽ കുറിപ്പുകൾ വളരെ നല്ല ധൈര്യത്തിന്റേത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മുതൽ 108ന്റെ മാലയിൽ തീർച്ചയായും വരും. ധാരാളം പേരുടെ നല്ല ഉണർവിന്റെ കത്തുകളും വന്നിട്ടുണ്ട്. ആത്മീയ സംഭാഷണത്തിലും ധാരാളം പേർ തന്റെ നിശ്ചയത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല വാർത്ത നൽകിയിട്ടുണ്ട്. ബാബ്ദാദ ഇങ്ങനെയുള്ള കുട്ടികളോട് പറയുന്നു, ബാബ താങ്കൾ ഏവരുടെയും കഴിഞ്ഞതിന് ബിന്ദുവിട്ടിരിക്കുന്നു. അതിനാൽ കഴിഞ്ഞത് ചിന്തിക്കരുത്. ഇപ്പോൾ എന്ത് ധൈര്യം വെച്ചുവോ ധൈര്യത്തിലൂടെയും സഹായത്തിലൂടെയും മുന്നേറിക്കൊണ്ടു പോകൂ. നവവർഷത്തിന്റെ പുതിയ ഉണർവും വളരെ നല്ലതായി എഴുതിയിട്ടുണ്ട്. വിദേശത്തെ കുട്ടികളാകട്ടെ ദേശത്തിലെ കുട്ടികളാകട്ടെ, ബാബ്ദാദ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതാണ് വരദാനം നൽകുന്നത്. ഇതേ ധൈര്യത്തിൽ, നിശ്ചയത്തിൽ, ലഹരിയിൽ അമർ ഭവ. അമരരായിരിക്കുമല്ലോ. ഡബിൾ വിദേശികൾ അമരരായിരിക്കില്ലേ? ഭാരതവാസികളും ഉണ്ടാകില്ലേ? ഭാരതത്തിനാണെങ്കിൽ നമ്പർ നേടുക തന്നെ വേണം. പുതിയ വർഷത്തിൽ എന്താണ് ആചരിക്കുന്നത്? ഒന്ന്, ഗിഫ്റ്റ് നൽകുന്നു. രണ്ടാമത്, ആശംസകൾ നൽകുന്നു. മധുരം നിറയെ കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്നു. ആടുകയും പാടുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ താങ്കൾ കേവലം 12 മണിക്ക് ശേഷം ഒരു ദിവസം പുതുവർഷം ആഘോഷിക്കുകയല്ല. എന്നാൽ ബ്രാഹ്മണ കുട്ടികൾക്ക് ഈ നവയുഗത്തിൽ ഓരോ സമയവും പുതിയതാണ്, ഓരോ ശ്വാസവും പുതിയതാണ്, ഓരോ സങ്കല്പവും പുതിയതാണ്. അതിനാൽ മുഴുവൻ വർഷം ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, 4 മാസമല്ല, 8 മാസവുമല്ല, 12 മാസവും സദാ പരസ്പരം ദിൽഖുഷ് മധുരം വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. വിതരണം ചെയ്യുകയില്ലേ? ദിൽഖുഷ് മധുരം വിതരണം ചെയ്യാൻ അറിയാമോ? എല്ലാവരും സമർത്ഥരാണ്. അപ്പോൾ ദിൽഖുഷ് മധുരം വിതരണം ചെയ്യുക. അഥവാ ആരെങ്കിലും താങ്കളുടെ ദിൽഖുഷ് മധുരം അവനവന്റെ സ്വഭാവം കാരണം, സംസ്കാരം കാരണം, പ്രശ്നങ്ങൾ കാരണം സ്വീകരിച്ചില്ല എങ്കിലും താങ്കൾ നിരാശരാകരുത്. താങ്കൾ വിതരണം ചെയ്യൂ. താങ്കളുടെ ആജ്ഞാകാരി ആകുന്നതിന്റെ ചാർട്ട് ബാബ്ദാദയുടെ അടുക്കൽ ശേഖരിക്കപ്പെട്ടു. ഇത് നോക്കരുത്, ഞാൻ മധുരം കഴിപ്പിച്ചു, എന്നാൽ ഇവരാണെങ്കിൽ നീരസത്തിലായി. സാരമില്ല, അവർ രഹസ്യത്തെ അറിയുന്നില്ലല്ലോ, അതിനാൽ നീരസത്തിലായി. താങ്കളാണെങ്കിൽ രഹസ്യത്തെ അറിയുന്നുണ്ടല്ലോ, അപ്പോൾ ഈ രഹസ്യവും അറിഞ്ഞോളൂ. ഇവർ കർമ്മക്കണക്കിന് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് വശപ്പെട്ടിരിക്കുകയാണ്. താങ്കൾ ആജ്ഞാകാരിയാകൂ. ശരിയല്ലേ? ആജ്ഞാകാരിയാകണ്ടേ? ഇവിടെ വളരെ നന്നായി ശരിയെന്ന് പറയുന്നു. അഥവാ താങ്കൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കൈയും വളരെ നന്നായി വീശുന്നു, സന്തോഷിപ്പിക്കുന്നു. തലയും ആട്ടുന്നു, കൈയും വീശുന്നു. എന്നാൽ ബാബ്ദാദ പിന്നെയും ഓരോ കുട്ടികളുടെയും മേൽ സദാ സന്തുഷ്ടമായിരിക്കുന്നു. എപ്പോൾ എന്റെ കുട്ടി എന്ന് പറഞ്ഞുവോ, അപ്പോൾ ആരായാലും എങ്ങനെയായാലും ബാബ കണ്ട് സന്തോഷിക്കുക തന്നെയാണ്. ബാബ എന്ത് പ്രതിജ്ഞയാണ് ചെയ്തത്? എങ്ങനെയും യോഗ്യരാക്കി കൂടെ കൊണ്ടുപോവുക തന്നെ ചെയ്യണം. കൂടെ പോകണ്ടേ? കൂടെ പോകുവാൻ തയ്യാറല്ലേ? എല്ലാവരും തയ്യാറാണോ? എവർ റെഡി ആണോ? നല്ലത്. എവർ റെഡിയുമാണ്, വളരെ നല്ലത്. എവർ ഹാപ്പിയുമാണോ? മായ വരികയാണെങ്കിലോ? പിന്നെ കുറേശ്ശെ കുറേശ്ശെ മനസ്സിൽ നിലവിളിക്കുമോ? ബാബ, മായ വന്നേ വന്നേ. നിലവിളിക്കരുത്. സ്വയം പറക്കാൻ അനുവദിക്കൂ. മായ താഴെയിരിക്കട്ടെ, താങ്കൾ പറന്നു പോകൂ. അപ്പോൾ മായ കണ്ടുകൊണ്ടിരിക്കും. ശരി, സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ടുമിരിക്കുക. ദിൽഖുഷ് മധുരം വിതരണം ചെയ്തുകൊണ്ടുമിരിക്കുക. ഒപ്പം ആരെല്ലാം സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് എന്തെങ്കിലും സമ്മാനം നൽകുക. ആരും വെറും കൈയോടെ പോകരുത്. ഏത് സമ്മാനം നൽകും? താങ്കളുടെ പക്കൽ ധാരാളം സമ്മാനങ്ങൾ ഉണ്ടല്ലോ. സമ്മാനങ്ങളുടെ സ്റ്റോക്ക് ഇല്ലേ? അപ്പോൾ നൽകുന്നതിൽ പിശുക്കരാകരുത്. നൽകിക്കൊണ്ടേയിരിക്കുക. ഉദാരഹൃദയരാകുക. ആർക്കായാലും ശക്തികളുടെ സഹയോഗം നൽകൂ. ശക്തികളുടെ വൈബ്രേഷൻ നൽകൂ. എന്തെങ്കിലും ഗുണത്തിന്റെ സമ്മാനം നൽകൂ. വായിലൂടെ അല്ല, എന്നാൽ താങ്കളുടെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും നൽകൂ. ഏതെങ്കിലും ഗുണമോ ശക്തിയോ എമർജ് അല്ലെങ്കിലും കുറഞ്ഞത് ചെറിയൊരു ഉപഹാരമെങ്കിലും നൽകുക. അത് ഏതാണ്? ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും. ശുഭകാമന ചെയ്യൂ. ഇതെന്റെ തിരികെ കിട്ടിയ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയാണ്. തിരികെ കിട്ടിയതെന്ന് ചിന്തിക്കുമ്പോൾ അശുഭഭാവനയിൽ നിന്ന് ശുഭഭാവനയായി മാറും. ഈ സഹോദരീ സഹോദരന്റെയും പറക്കുന്ന കലയുടെ പാർട്ട് ഉണ്ടാകട്ടെ. ഇതിനു വേണ്ടി സഹയോഗം അല്ലെങ്കിൽ ശുഭഭാവന ഉണ്ടാകണം. പല കുട്ടികളും പറയുന്നു, ഞാൻ നൽകുന്നു, എന്നാൽ അവർ എടുക്കുന്നില്ല.
ശരി, ശുഭഭാവന എടുക്കുന്നില്ല എങ്കിലും നൽകുന്നുവല്ലോ. താങ്കൾക്ക് അശുഭമായ വാക്കുകൾ നൽകുന്നുവെങ്കിൽ, അശുഭമായ വൈബ്രേഷൻ നൽകുന്നുവെങ്കിൽ, അശുഭമായി പെരുമാറുന്നുവെങ്കിൽ താങ്കൾ ആരാണ്? താങ്കളുടെ കർത്തവ്യം എന്താണ്? വിശ്വപരിവർത്തകരല്ലേ? താങ്കളുടെ കർത്തവ്യം എന്താണ്? വിശ്വപരിവർത്തകരാണ്. അപ്പോൾ വിശ്വത്തെ പരിവർത്തനപ്പെടുത്താൻ കഴിയും. താങ്കളോടവർ തലതിരിഞ്ഞ് സംസാരിച്ചു, തലതിരിഞ്ഞ പെരുമാറ്റം കാണിച്ചുവെങ്കിൽ അവരുടെ തലതിരിഞ്ഞതിനെ പരിവർത്തനം ചെയ്യാൻ കഴിയില്ലേ? പോസിറ്റീവ് രൂപത്തിൽ പരിവർത്തനപ്പെടുത്താൻ കഴിയില്ലേ? നെഗറ്റീവിനെ നെഗറ്റീവായി തന്നെ ധാരണ ചെയ്യുമോ? അതോ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തി താങ്കൾ ഓരോരുത്തർക്കും ശുഭഭാവന, ശുഭകാമനയുടെ സമ്മാനം നൽകുമോ? ശുഭഭാവനയുടെ സ്റ്റോക്ക് സദാ ശേഖരിച്ചു വെക്കൂ. താങ്കൾ നൽകിക്കൊള്ളൂ, പരിവർത്തനം ചെയ്തോളൂ. എങ്കിൽ താങ്കളുടെ വിശ്വപരിവർത്തകൻ എന്ന ടൈറ്റിൽ അത് പ്രായോഗികമായി ഉപയോഗമാകും. ഇത് പക്കാ ആയി മനസ്സിലാക്കിക്കൊള്ളൂ. ആര് സദാ ഓരോരുത്തരെയും പരിവർത്തനപ്പെടുത്തി തന്റെ വിശ്വപരിവർത്തകന്റെ കാര്യം സാകാരത്തിലേക്ക് കൊണ്ടുവരുന്നത്, അവരാണ് സാകാര രൂപത്തിൽ 21 ജന്മത്തിന്റെ ഗ്യാരണ്ടിയോടെ രാജ്യാധികാരി ആവുക. സിംഹാസനത്തിൽ ഒരു തവണയേ ഇരിക്കുള്ളൂ, എന്നാൽ ഓരോ ജന്മത്തിലും രാജകുടുംബത്തിൽ രാജ്യാധികാരി ആത്മാക്കളുടെ സമീപ ബന്ധത്തിലാകും. അപ്പോൾ വിശ്വപരിവർത്തകൻ തന്നെയാണ് വിശ്വരാജ്യ അധികാരി ആകുന്നത്. അതിനാൽ സദാ തന്റെ ഈ കർത്തവ്യം ഓർമ്മിക്കൂ. എന്റെ കർത്തവ്യമാണ് വിശ്വപരിവർത്തനം ചെയ്യുക. ദാതാവിന്റെ കുട്ടികളാണെങ്കിൽ ദാതാവായി നൽകിക്കൊണ്ടേയിരിക്കൂ. അപ്പോഴേ ഭാവിയിൽ കൈകൊണ്ട് ആർക്കും നൽകിയില്ലെങ്കിലും സദാ താങ്കളുടെ രാജ്യത്തിൽ ഓരോ ആത്മാവും നിറഞ്ഞിരിക്കുള്ളൂ. ഇത് ഈ സമയത്ത് ദാതാവാകുന്നതിന്റെ പ്രാലബ്ധമാണ്. അതിനാൽ കണക്ക് വെക്കേണ്ട. ഇവർ ഇത് ചെയ്തു, ഇവർ ഇത്ര തവണ ചെയ്തു. മാസ്റ്റർ ദാതാവായി സമ്മാനം നൽകിക്കൊണ്ടേ പോകൂ. അടുത്തത് ആശംസകൾ എന്താണ് നൽകുക? ആർക്കെങ്കിലും ആരിൽ നിന്നെങ്കിലും പ്രാപ്തിയുണ്ട് എങ്കിൽ അവരുടെ വായിലൂടെ, മനസ്സിലൂടെ ഈ വാക്കുകൾ വരുന്നു: താങ്കൾക്ക് ആശംസകൾ എന്ന്. പരസ്പരം സന്തോഷം വിതരണം ചെയ്യുന്നുവെങ്കിൽ പറയുന്നു ആശംസകൾ. ഉത്സവം ആഘോഷിക്കുമ്പോൾ പറയുന്നു ആശംസകൾ. ഇങ്ങനെ ആര് താങ്കൾക്ക് മുന്നിൽ വന്നാലും വായിലൂടെ ഇങ്ങനെയുള്ള വാക്ക് പറയൂ. സങ്കല്പത്തിൽ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ സങ്കല്പം ആകണം. അപ്പോൾ ആര് തന്നെ താങ്കളിൽ നിന്ന് നേടുന്നുവോ അവർ ഓരോ സമയവും ഹൃദയത്തിൽ നിന്ന് ആശംസകൾ അല്ലെങ്കിൽ ആശീർവാദങ്ങൾ തീർച്ചയായും നൽകും. അപ്പോൾ സദാ ഹൃദയത്തിൽ നിന്ന്, വായിൽ നിന്ന് ആശംസകൾ പുറപ്പെടട്ടെ, അതായത് ആശീർവാദം പുറപ്പെടട്ടെ. ഇങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കൂ. ഇങ്ങനെ സംബന്ധ സമ്പർക്കത്തിൽ വരൂ. ആശംസയ്ക്ക് യോഗ്യമല്ലാത്ത വാക്കുകൾ പുറപ്പെടരുത്. ഓരോ വാക്കും രത്നം പോലെ ആകണം. സാധാരണ സംസാരം ആകരുത്. ബാപ് ദാദ ഇപ്പോൾ വരേക്കുമുള്ള റിസൾട്ട് കണ്ടു, നാളെ മാറും. പക്ഷെ ഇപ്പോൾ വരെയും കണ്ടു, സംസാരത്തിൽ സംയമനവും സ്നേഹവും ഉണ്ടാകണം. ചിലപ്പോൾ ആ സ്നേഹവും കുറഞ്ഞു പോകുന്നു, സംയമനവും കുറഞ്ഞു പോകുന്നുണ്ട്. അതിനാൽ ഇങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കൂ. അത് രത്നങ്ങൾ ആകണം. താങ്കൾ സ്വയം വജ്രതുല്യമാകുന്നു എങ്കിൽ ഓരോ വാക്കും രത്നസമാനമാകണം. ഇങ്ങനെ മൂല്യവാൻ ആകട്ടെ. സാധാരണമല്ല, സാധാരണവുമല്ല, വ്യർത്ഥവുമല്ല. പിന്നെ ഇടയ്ക്കിടെ ബാപ്ദാദ കാണുന്നുണ്ട്, റിസൾട്ട് കേൾപ്പിക്കട്ടെ. എന്തെന്നാൽ
12 മണിക്ക് ശേഷം എല്ലാം സമാപ്തമാക്കണമല്ലോ. അപ്പോൾ ബാപ്ദാദ ഇതും കണ്ടു. ചില കുട്ടികൾ ചെറിയ കാര്യത്തിന് വളരെ വിസ്തരിക്കുന്നു. ഇതിലെന്താണ് സംഭവിക്കുന്നത്? അധികം സംസാരിക്കുമ്പോൾ വൃക്ഷത്തിന്റെ വിസ്താരമുണ്ടാകുന്നു, എന്നാൽ ബീജം മറഞ്ഞു പോകുന്നു. അവർ ചിന്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കി കൊടുക്കാനായി വിസ്തരിക്കുകയാണ് എന്നാണ്. എന്നാൽ വിസ്താരത്തിൽ എന്ത് കാര്യം താങ്കൾ മനസ്സിലാക്കി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതിന്റെ സാരം മറന്നുപോകുന്നു. കൂടാതെ വാക്കിനും ശബ്ദത്തിനും ഊർജവുമുണ്ട്. എന്ത് പാഴ് സംസാരം ഉണ്ടാകുന്നുവോ അപ്പോൾ ശബ്ദത്തിന്റെ ഊർജം കുറഞ്ഞു പോകുന്നു. കൂടുതൽ സംസാരിക്കുന്നവരുടെ ബുദ്ധിയുടെയും ഊർജം കുറഞ്ഞു പോകുന്നു. ഷോർട്ട്, സ്വീറ്റ്, ഈ 2 വാക്കുകൾ ഓർമ്മിക്കുക. മറ്റുള്ളവരോട് പറയുന്നു, എനിക്കിത്രയും കേൾക്കാനുള്ള സമയമില്ല. എന്നാൽ സ്വയം കേൾപ്പിക്കുമ്പോൾ സമയം മറന്നു പോകുന്നു. അതിനാൽ സ്വന്തം ഖജനാക്കളുടെ സ്റ്റോക്ക് ശേഖരിക്കൂ. സങ്കല്പത്തിന്റെ ഖജനാവ് ശേഖരിക്കൂ. സംസാരത്തിന്റെ ഖജനാവ് ശേഖരിക്കൂ. ശക്തികളുടെ ഖജനാവ് ശേഖരിക്കൂ. സമയത്തിന്റെ ഖജനാവ് ശേഖരിക്കൂ. ഗുണങ്ങളുടെ ഖജനാവ് ശേഖരിക്കൂ. പതിവായി രാത്രിയിൽ ഈ ഖജനാക്കളുടെ ചിലവിന്റെ കണക്ക് പരിശോധിക്കൂ. എത്ര സങ്കല്പം വേസ്റ്റിന് പകരം ബെസ്റ്റിന്റെ കണക്കിൽ ശേഖരിച്ചു? എത്ര സമയം മികച്ച കണക്കിൽ ശേഖരണം നടത്തി? ഗുണങ്ങളിലൂടെയും ശക്തികളിലൂടെയും ശ്രേഷ്ഠ കാര്യം ചെയ്തുവോ? ഗുണങ്ങളെ കാര്യത്തിൽ ഉപയോഗിച്ചുവോ? ശക്തിയെ കാര്യത്തിൽ ഉപയോഗിച്ചുവോ? ഇതാണ് ശേഖരിക്കുക. അപ്പോൾ എല്ലാ സങ്കല്പം, സമയം, ഗുണം, ശക്തി ഇതിന്റെ കണക്ക് പതിവായി രാത്രിയിൽ പരിശോധിക്കൂ. പിന്നെ ആകെ കൂട്ടി നോക്കൂ, എത്ര മിച്ചത്തിന്റെ കണക്ക് വന്നു. ഇതേ മിച്ചം സ്വയത്തിനും സഹയോഗം നൽകിക്കൊണ്ടിരിക്കും, മറ്റുള്ളവർക്കും നൽകും. അപ്പോൾ മനസ്സിലായോ എന്ത് ചെയ്യണമെന്ന്? എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇനി ഇത് ചെയ്യണം. ആശംസകളും നേടണം, സമ്മാനങ്ങളും നൽകണം, ശേഖരണവും ചെയ്യണം, പരിശ്രമത്തെ വിടണം. മിച്ചത്തിന്റെ മേൽ ശ്രദ്ധ നൽകുമ്പോൾ പരിശ്രമം ചെയ്യേണ്ടി വരികയില്ല. പരിശ്രമമുക്ത വർഷം ആഘോഷമായി കൊണ്ടാടാം. വേസ്റ്റിൽ നിന്നും നെഗറ്റീവിൽ നിന്നും മുക്തമായ വർഷം ആഘോഷിക്കാം. ബാപ്ദാദ മുക്തി വർഷത്തിന്റെ റിസൾട്ട് ഇപ്പോൾ ചോദിക്കുന്നില്ല. ബാപ്ദാദയ്ക്ക് ഓർമ്മയുണ്ട്. റിസൾട്ട് എടുക്കും. എത്ര പേർ മുക്തി വർഷം ആഘോഷിച്ചു? അതോ മാസമാണോ ആഘോഷിച്ചത്? 6 മാസം ആഘോഷിച്ചു, പകുതി ആഘോഷിച്ചു, മുഴുവൻ ആഘോഷിച്ചു? ഈ എല്ലാ കണക്കും എടുക്കട്ടെ. ശരി. നാനാഭാഗത്തെയും അതിസ്നേഹി സമീപ ബ്രാഹ്മണാത്മാക്കൾക്ക് നവയുഗത്തിന്റെ രചയിതാവിന്റെ ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ഇത് വിട ഏകുന്നതിന്റെയും ആശംസയേകുന്നതിന്റെയും സമയമാണ്, സംഗമമാണ്. പഴയ വർഷത്തിന് വിട, പഴയ വർഷത്തിനോടൊപ്പമൊപ്പം പഴയ കാര്യങ്ങൾ, പഴയ പ്രശ്നങ്ങൾ, പഴയ സംസ്കാരങ്ങൾ എല്ലാത്തിനും വിട. കൂടാതെ പുതിയ ഉണർവുത്സാഹം കൊണ്ട് സമ്പന്ന വർഷത്തിന്റെ ആശംസകൾ. ഈ വർഷത്തെ പരിശ്രമമുക്ത വർഷമായി ആഘോഷിക്കണം. ഈ വർഷത്തെ സദാ സ്വയത്തിന്റെയും സർവരുടെയും നിർവിഘ്ന ഭവ എന്ന വരദാനത്തോടെ ആഘോഷിക്കണം. ഈ വർഷത്തെ സദാ വിജയം എന്റെ ജന്മസിദ്ധ അധികാരമാണ്. ഈ നിശ്ചയത്തെയും ലഹരിയെയും സദാ ഓരോ കർമ്മം ചെയ്തുകൊണ്ടും ഇമർജാക്കി വെക്കാനുള്ള വർഷമായി ആഘോഷിക്കണം. ഈ വർഷത്തിൽ ഓരോരുത്തർക്കും ബാപ്ദാദയിൽ നിന്ന്, ദാദിമാരിൽ നിന്ന് നമ്പർ 1 ആയി പോകാനുള്ള സമ്മാനം എടുക്കണം.
ഇതിനു വേണ്ടി എല്ലാ വിദേശികൾക്കും ഭാരതവാസികൾക്കും നമ്പർ 1ന്റെ നിശ്ചയം വെച്ച് മുന്നേറണം, മുന്നോട്ട് ഉയർത്തണം. അപ്പോൾ വളരെ വളരെ സ്നേഹസ്മരണകൾ സഹിതം എല്ലാ തരത്തിലും മനസ്സാ വാച എല്ലാ രൂപത്തിലും ബാബ്ദാദ കോടാനുകോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് എല്ലാവരും ശക്തിശാലി സങ്കല്പത്തോടെ ദൃഢതയോടെ പഴയ വസ്തുക്കൾക്ക്, പഴയ വർഷത്തിന്, പഴയ കാര്യങ്ങൾക്ക് സദാകാലത്തേക്ക് വിട നൽകൂ. ഒരു സെക്കൻഡ് എല്ലാവരും ദൃഢത സഫലതയാണ്. ഈ ദൃഢസങ്കല്പത്തിൽ സ്ഥിതി ചെയ്യൂ. ശരി. ഓം ശാന്തി. വരദാനം: ആദിയിൽ നിന്ന് പരവശരായ ദുഃഖി ആത്മാക്കളെ ധൈര്യം നൽകി മുന്നോട്ടുയർത്തുന്നവരായ മാസ്റ്റർ ദയാമനസ്കരായി ഭവിക്കട്ടെ. വർത്തമാന സമയം ധാരാളം ആത്മാക്കൾ ഉള്ളിൽ ആദി കൊണ്ട് ദുഃഖിതരും പരവശരുമാണ്. പാവങ്ങളിൽ മുന്നേറാനുള്ള ധൈര്യമില്ല. താങ്കൾ അവർക്ക് ധൈര്യം നൽകൂ. ആർക്കെങ്കിലും പാദമില്ലെങ്കിൽ മരത്തിന്റെ കാല് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നടക്കാൻ തുടങ്ങുന്നതുപോലെ ഇങ്ങനെ താങ്കൾ അവർക്ക് ധൈര്യത്തിന്റെ കാല് നൽകൂ. എന്തെന്നാൽ ബാബ്ദാദ കാണുന്നുണ്ട് അജ്ഞാനി കുട്ടികളുടെ ഉള്ളിൽ എന്താണ് അവസ്ഥ എന്ന്. പുറമേ ഉള്ള ഷോ ആണെങ്കിൽ വളരെ നല്ലതാണ്, ടിപ് ടോപ്പ് ആണ്. എന്നാൽ ഉള്ളിൽ വളരെ ദുഃഖിയാണ്. അപ്പോൾ മാസ്റ്റർ ദയാമനസ്കരാകൂ. സ്ലോഗൻ: വിനീതരാകൂ, കോമളമല്ല. വിനയം തന്നെയാണ് മഹാനത. സൂചന: ഇന്ന് മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിനമാണ്. എല്ലാ ബ്രാഹ്മണ വത്സരും സംഘടിത രൂപത്തിൽ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ വിശേഷിച്ച് തന്റെ ലൈറ്റ് മൈറ്റ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ജ്ഞാനസൂര്യനായ ബാബയുടെ കിരണങ്ങൾക്ക് താഴെ ഇരുന്ന് മുഴുവൻ ഗ്ലോബിനും ശാന്തി, ശക്തി, പവിത്രതയുടെ സകാശ് നൽകുന്നതിന്റെ സേവനം ചെയ്യൂ. ഓം ശാന്തി.